മിനി 38 ദിവസം കഴിഞ്ഞപ്പോൾ ദേശീയ ഹെൽത്ത് മിഷൻ NHMന്റെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറുമായി ഒരു ചർച്ചയുണ്ടായി. അതിനുശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ഒരു ചർച്ചയുണ്ടായി. ഈ ചർച്ചയിലൊന്നും ആശമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി ഡൽഹിയിലുണ്ട്. ഒരുപക്ഷെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടായേക്കാം. ആശമാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ നടത്തുന്ന ശ്രമങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത്? ഇതിൽ കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യങ്ങളെയാണോ നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നത്, അതോ സാമ്പത്തിക ഞെരുക്കമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് ഇപ്പോൾ പണം നൽകാൻ കഴിയില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെയാണോ? ഏതിനെയാണ് ആശമാർ വിശ്വാസത്തിലെടുക്കുന്നത്? എന്തുകൊണ്ട്? ഞങ്ങളിത് പൊടുന്നനെ തുടങ്ങിയൊരു സമരമായിട്ട് ഇതിനെ കാണരുത്. കഴിഞ്ഞ ദീർഘനാളായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ ഭാഗമാണ്. ജാനുവരി മാസത്തിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കം നടത്തുകയും മന്ത്രിയെ കാണുകയും പ്രീ ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കുകയും NHM ഡയറക്ടർ വിളിച്ചു ചേർത്ത ചർച്ചയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതുമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ബഡ്ജറ്റിന് ശേഷം യാതൊരു നടപടി എടുക്കാതെ വന്നൊരു സാഹചര്യത്തിൽ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഞങ്ങളതിൻ്റെ കടന്ന ഉടനെ തന്നെ മന്ത്രിയെ കണ്ടിരുന്നു. ഞങ്ങൾ ചർച്ച ചെയ്തു. ചർച്ച കഴിഞ്ഞ് 4-ാം ദിവസം NHM ഡയറക്ടർ വീണ്ടും ഞങ്ങളെ മീറ്റിങ്ങിന് വിളിച്ചു. അവിടെ പറഞ്ഞത്, ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കേട്ടു, ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല, ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ശരിയാണ്, നയപരമായ കാര്യമെടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. പക്ഷേ NHM ഡയറക്ടർ ചർച്ചയ്ക്ക് വിളിച്ചു, ഞങ്ങൾ പങ്കെടുത്തു. വീണ്ടും 38-ാമത്തെ ദിവസം വീണ്ടും NHM ഡയറക്ടർ ചർച്ചയ്ക്ക് വിളിച്ചു. 25 ദിവസം മുമ്പ് നടന്ന അതേ കാര്യം വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഇത് തന്നെ പറഞ്ഞു. പിന്നെ മന്ത്രി വിളിക്കുകയാണ്. മന്ത്രി വിളിച്ചിട്ടും ഫെബ്രുവരി 15-ാം തീയതി പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾ പിരിഞ്ഞു പോകണം. ഇതാണോ ഒരു മന്ത്രി വിളിച്ച് ചർച്ച ചെയ്യേണ്ടുന്നത്? അപ്പോൾ ധനകാര്യ വകുപ്പുമായിട്ട്, മുഖ്യമന്ത്രിയായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ചർച്ച നടത്തി ഒരു തീരുമാനത്തിലെത്തിയിട്ട് സമരക്കാരെ വിളിച്ചിരുത്തി അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം പരിഗണിക്കാൻ പറ്റും എന്ന് പറയുന്നതിന് പകരം എന്താണ് അവിടെ നടന്നത്? സമരസമിതിയിലെ ആളുകൾക്ക് കിട്ടിയ ഓണറേറിയം ഇൻസെൻറ്റീവ് കഴിഞ്ഞ മാസത്തേത് എത്രയാണെന്ന് രേഖകളെടുത്ത് പച്ച മഷി കൊണ്ട് വരച്ചു വെച്ച് അതവിടെ എടുത്ത് വായിക്കുകയും ഇന്ന് സൈബർ ഇടങ്ങളിൽ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. KP റോസമ്മയ്ക്ക് എത്ര രൂപ ഓണറേറിയം ഇൻസെൻറ്റീവ് കിട്ടി? നമ്മൾ ഓർക്കണം, ഇത് രണ്ടും കൂടെ ഒന്നിച്ചല്ല കിട്ടുന്നത്. ഇത് പ്രതിമാസം കിട്ടുകയല്ല. ഇത് ഒരു മാസത്തെ ഓണറേറിയം കിട്ടി, പിന്നെ ഒരു മാസം കഴിയുമ്പോഴാണ് തുച്ഛമായ ഇൻസെൻറ്റീവ് കിട്ടുന്നത്. അപ്പോഴും നമ്മളതിനൊരു പ്രതിമാസ തുകയായിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് സൈബർ ഇടത്തിൽ കൊടുക്കുന്നു എന്ന് മാത്രവുമല്ല, എല്ലാ ദിവസവും ആക്ഷേപിക്കുന്നു. നിങ്ങൾ സമരക്കാർ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം, അതിൻ്റെ ന്യായയുക്തത പരിശോധിക്കുന്നതിന് പകരം സമരസമിതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, പരിഹസിക്കുക, ആക്ഷേപിക്കുക, പുച്ഛിക്കുക, അശ്ലീലം പറയുക. ആരാ പറയുന്നത്? താഴെത്തട്ടിലുള്ള ആളുകളല്ല പറയുന്നത്. ഉയർന്ന നേതാക്കൾ, പാർട്ടിയിലെ ഉയർന്ന നേതാക്കൾ, CIT യൂണിയൻ്റെ ഉയർന്ന നേതാക്കൾ പറയുക. ഒരു നടപടി എടുക്കുന്നില്ല. എന്താ, വനിതാ കമ്മീഷനില്ലേ? ഞങ്ങൾ പരാതി കൊടുത്തിട്ട് എത്ര ദിവസമായി വനിതാ കമ്മീഷന്? ഒരക്ഷരം മിണ്ടിയോ? ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ എന്താണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പോൾ സമരം ചെയ്യുന്ന ആളുകളുടെ എണ്ണം എടുക്കാൻ നടക്കുകയാണ്. നാണമില്ലേ? ഒരു ഡിമാൻഡ് വെക്കുമ്പോൾ ആ ഡിമാൻഡ് ചർച്ച ചെയ്യുന്നതിന് പകരം അതിനകത്ത് എത്ര പേര് അത് ഉന്നയിച്ചിട്ടുണ്ടെന്ന് കണക്കെടുക്കാൻ നടക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ നടക്കുന്നത് എന്താണെന്നറിയോ? CIT നേതാക്കന്മാർ വീടുകൾ കയറി ഇറങ്ങാൻ നാണക്കേടല്ലേ? ആശാ വർക്കർമാരുടെ വീടുകൾ കയറി ഇറങ്ങിക്കിട്ട് പറയുന്നു, നാളെ പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ച് സമരമുണ്ട്, നിങ്ങളതിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് എല്ലാം പരിഹരിച്ചു തരാം, നിങ്ങൾക്ക് ഓണറേറിയം കൂട്ടിത്തരാം, നിങ്ങൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനുമായിട്ട് സഹകരിക്കേണ്ട കാര്യമില്ല. എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് സമരസമിതിക്ക് തുടക്കം മുതൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഓണറേറിയം വർദ്ധിപ്പിക്കണം. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. റിട്ടയർമെൻറ്റ് പ്രായവും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും നിശ്ചയിക്കണം. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യയിൽ മുഴുവൻ അങ്ങനെയാണ്. പിന്നെ കേരളത്തിന് എന്താ പ്രത്യേകത? കേരളം നമ്പർ 1 ആയതുകൊണ്ടാണോ പറ്റാത്തത്? ആ നമ്പർ 1 കയ്യിൽ വെച്ചിരുന്നത് ഒരു നമ്പർ 1 ഇല്ല. നമ്മൾ ചർച്ച ചെയ്യുന്നു, കേന്ദ്രവുമായിട്ട് ലൈസൻസ് ഉണ്ടാക്കാനല്ലേ തോമസ് മാഷ് അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമ്പത്ത് സാറും അതിന് വേണ്ടിയിട്ടല്ലേ നേരത്തെ ഇരുന്നത്. എന്തായിട്ട് സംഭവിച്ചത്? ഇപ്പോൾ മുഖ്യമന്ത്രി പോയി, എന്താ സംഭവിച്ചു? ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി പോകുന്നു, എന്താ സംഭവിക്കുന്നു? അപ്പോൾ ആളുകളെ ഇങ്ങനെ ഇരുട്ടത്ത് നിർത്തുക, പൊതുസമൂഹത്തെ മുഴുവൻ കാപട്യക്കാരാക്കി മാറ്റുക. എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ? എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇകഴ്ത്തപ്പെടുന്നത്? ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഇടതുപക്ഷം എന്ന് പറയുന്നത് തുരുത്ത് നിലനിൽക്കണം. രാജ്യം വലിയൊരു അപകടത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തുരുത്തിനെങ്കിലും നിലനിർത്താൻ. നിങ്ങൾ എന്തിനാണ് കള്ളം പറയുന്നത്, കാപട്യം പറയുന്നത്, വസ്തുതകൾ മറച്ചു വയ്ക്കുന്നത്? സൈബർ ആക്രമണം കൊണ്ട് തകർന്നു പോകുന്നതാണോ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ?
നിങ്ങൾ അല്ല, സൈബർ ശ്രീമതി ആക്രമണം ബിനി, നടത്തിയാൽ രണ്ട് കാര്യങ്ങളാണ്. ഈ 232 രൂപ, ഒന്ന് 700 രൂപയാവോ? 26,000-ത്തോളം ആശമാരാണ് സംസ്ഥാനത്തുള്ളത്. 450 പേര് മാത്രമാണ് സമരരംഗത്തുള്ളതെന്നും അത് തന്നെ ആളുകൾ പണം കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. ഇതല്ലെങ്കിൽ മറ്റൊരു സാധാരണക്കാരായ ആളുകളെ കൊണ്ടുവന്ന് സർക്കാരിനെതിരെ തിരിച്ചിരിക്കുന്നു. ഇതായിരുന്നു എ വിജയരാഘവനെ പോലുള്ളവർ ഉന്നയിച്ച ആക്ഷേപം. അത് നമുക്ക് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ പരിഹസിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. പക്ഷെ അതിനുശേഷം പിന്നീട് ഈ ചർച്ചയ്ക്ക് തയ്യാറായപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു മിനിറ്റ് ശ്രീമതി ബിനി, ഞാൻ മുഴുമിപ്പിക്കാം. ആരോഗ്യമന്ത്രി പറഞ്ഞത് ഈ 2023-24 സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ ഒറ്റ രൂപ പോലും തന്നില്ല, എന്നിട്ടും ഓണറേറിയം വിതരണം ധനവകുപ്പ് മുടക്കിയിട്ടില്ല. അപ്പോൾ ആശാ വർക്കർമാരുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർണ്ണമായ ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. പക്ഷേ അതിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണ കിട്ടുന്നില്ല എന്നാണ് സുരേഷ് ഗോപി സമരപ്പന്തലിൽ വന്നപ്പോൾ പറഞ്ഞത്. നദ്ദയിൽ നിന്ന് നേരിട്ട് ആ വിവരങ്ങൾ ശേഖരിച്ചു ഞാനാണ് പത്രങ്ങൾക്ക് കൊടുത്തതെന്നാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, സംസ്ഥാന സർക്കാരിനെ അവിശ്വസിക്കുകയും കേന്ദ്ര സർക്കാരിനെ വിശ്വസിക്കുകയുമാണോ ആശമാർ ചെയ്യുന്നത്? അതല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടി കളിക്കുകയാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത്? അതായത് ഈ 2023-24 കാലഘട്ടത്തിൽ കോ ബ്രാൻഡിങ്ങുമായി ഉണ്ടായ വിഷയം എല്ലാ ആളുകൾക്കും അറിയാം. ഞാൻ ചോദിക്കട്ടെ, അതിനു മുമ്പ് ഇവിടെ കൃത്യമായി എത്ര തുച്ഛമായിരുന്നെങ്കിൽ പോലും അതിനു മുമ്പ് കൃത്യമായി ആശാവർക്കർമാർക്ക് ഓണററി ഇൻസെൻറ്റീവ് നൽകിയിരുന്നതാണ് ഇവർ അവകാശപ്പെടുന്നത്. ആ രേഖയും കൂടെ കാണിക്കട്ടെ. 6-7 മാസം കൂടുമ്പോൾ ഞങ്ങൾ സമരം നടത്തുമ്പോൾ 1-2 മാസത്തത് കൊടുക്കും. ഇതല്ലേ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ ഇവരിപ്പോൾ ഈ 23-24 കണക്കും കോ ബ്രാൻഡിങ് ഇത് ആരെ പറ്റിക്കാനാണ് പറയുന്നത്? നിങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങൾ കൊടുത്തിട്ടില്ല. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമയബന്ധിതമായി അതത് മാസം പണിയെടുത്തതിൻ്റെ കൂലി കൊടുത്തിട്ടില്ല. 7,000 രൂപയായപ്പോൾ 232 രൂപ, 6,000 രൂപയായിരുന്നപ്പോൾ എത്രയായിരുന്നു? 5,000 ആയിരുന്നപ്പോൾ, 4,000 ആയിരുന്നപ്പോൾ. ഇതൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന കണക്കല്ലേ? ഇതൊന്നും നടന്ന സംഭവങ്ങളേ അല്ല. ഇതൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് ഇപ്പോൾ കണക്കെടുക്കുകയാണ്. ഇവർ ശതമാനം വെച്ചിട്ടാണോ ഒരാളുടെ നിശ്ചയിക്കുന്നത്? ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി വന്നൊരു അന്യായം പറഞ്ഞാൽ അത് കേൾക്കാൻ ഒരു ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഇത് എല്ലാവരുടേതുമാണ്. ഇവരെന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? കുറച്ച് CI2കാരുടെ സർക്കാർ എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? സർക്കാരും പാർട്ടിയും ഇതുള്ള വേർതിരിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പാർട്ടിയാണ് സർക്കാർ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാണ് സമരക്കാരെ ആക്ഷേപിക്കാനും പുച്ഛിക്കാനും മുതിരുന്നത്. ഞങ്ങൾ സർക്കാരാണ്, ജനങ്ങളുടെ തിരഞ്ഞെടുത്ത സർക്കാരാണെന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ ഈ സമരം 39 ദിവസം കടന്നു പോകില്ല. അതല്ലേ യാഥാർത്ഥ്യം? അപ്പോൾ ഈ വിരട്ടലും പരിപാടിയൊക്കെ ഇനി ഇങ്ങോട്ട് വേണ്ട. കേരള സമൂഹത്തിന് മനസ്സിലാവുകയാണ്. ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട് ഇങ്ങനെ ഇടതുപക്ഷ നേതാക്കളെ ഇരുട്ട് നിർത്തുന്നതിൽ, അവർ വന്നിങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ കള്ളം പറയുന്നതിൽ. ഇന്നിപ്പോൾ ദേശാഭിമാനിയിൽ വേറെ കണക്ക് അടിച്ചു വെച്ചിരിക്കുന്നു. ദേശാഭിമാനിയിൽ ഒന്ന് പറയുന്നു, CI2 ഇതിനൊരു ഏകീകരണ സ്വഭാവം വേണ്ടേ? അപ്പോൾ പറയുമ്പോൾ ഒരു കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി കള്ളമാണെങ്കിൽ പോലും അത് അച്ചടിച്ച് അതും കൂടെ താഴേക്ക് കൊടുക്കണം. ശരി,